രാമായണത്തെ അവലംബിച്ച് പ്രസിദ്ധങ്ങളായ കഥാപാത്രങ്ങളെ കുറിച്ച് നിങ്ങൾ ഇതിനകം ചർച്ച ചെയ്ത് കേട്ടു. അവരെന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴുണ്ടാകുന്ന വഴിയിൽ എന്തെങ്കിലും സംശയം വന്നാൽ അവസാനത്തെ ഭാഗത്ത് നിങ്ങൾക്ക് തിരിച്ചെന്നോട് ചോദിക്കാവുന്നതാണ്. രാമായണം അനേക വർഷങ്ങളായി നിങ്ങൾ പഠിച്ചു വരുന്നതാണ്. ആ ഒരു തലത്തിൽ രാമായണം ഏതാണ്ട് കേരളീയർ ഹൃദിസ്ഥമാക്കി കഴിഞ്ഞൊരു കൃതിയായിരിക്കണം. ആദിരാമായണമെന്നറിയപ്പെടുന്നത് നാരദ രാമായണമാണ്. തുടർന്ന് നാരദനിൽ നിന്ന് സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് വാൽമീകി മഹർഷിയാൽ പ്രണീതമായ 32,000 ശ്ലോകങ്ങളോടുകൂടിയ യോഗവാസിഷ്ഠവും 24,000 ശ്ലോകങ്ങളോടുകൂടിയ രാമായണവും ചേർന്ന് വാൽമീകി രാമായണം അതിബൃഹത്തായൊരു കൃതിയാണ്. ആ വാൽമീകി രാമായണത്തെ അവലംബിച്ചുകൊണ്ട് ശിവപാർവതി സംവാദ രൂപത്തില് ശ്രദ്ധേയമായ ഒരു മൂലരാമായണം അധ്യാത്മരാമായണം എന്ന പേരിലുണ്ട്. അതിന്റെ പ്രചാരമാണ് ലോകത്ത് കൂടുതലുണ്ടായിട്ടുള്ളത്. വാൽമീകി രാമായണത്തിൻ്റെതല്ല. ആ അധ്യാത്മരാമായണം മൂലത്തെ അവലംബിച്ച് ഭാരതീയ ഭാഷകളിൽ, തെക്കും വടക്കുമുള്ള ഭാരതീയ ഭാഷകളിൽ ഒട്ടനേകം ഭക്തികാവ്യങ്ങൾ ഉദയം ചെയ്തിട്ടുണ്ട്. അതിന്റെ ശ്രദ്ധേയമായൊരു പതിപ്പാണ് അധ്യാത്മരാമായണം മൂലത്തെ ഉപജീവിച്ചുകൊണ്ടും പല സന്ദർഭങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ടും ഭക്തിയുടെ ആന്തോളനത്തിൽപ്പെടുമ്പോൾ സ്വന്തം മനസ്സിനെ പ്രകടിപ്പിച്ചുകൊണ്ടും എഴുത്തച്ഛൻ രചിച്ചിട്ടുള്ള ഭാഷാരാമായണം. അതായിരിക്കും നിങ്ങളിവിടെ അവലംബമാക്കി പഠിക്കുന്നത്. അതല്ല അധ്യാത്മരാമായണം മൂലമോ വാൽമീകി രാമായണമോ ആണെങ്കിൽ ഞാൻ അതിൽ കൂടെ സഞ്ചരിക്കാം. നിങ്ങളുടെ സംഘാടകർ രാമായണത്തിലെ രാവണൻ എന്ന് പറയുമ്പോൾ വാൽമീകി രാമായണാന്തർഗതനായ രാവണനെയാണോ, അധ്യാത്മരാമായണം മൂലാനുസാരിയായ രാവണനെയാണോ, എഴുത്തച്ഛനാൽ പ്രണീതമായ അധ്യാത്മരാമായണം കിളിപ്പാട്ടില് രംഗപ്രവേശം ചെയ്യുന്ന രാവണനെയാണോ എന്നറിഞ്ഞിട്ട് പറയുന്നത് കൂടുതൽ ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈഷദ്ഭേദം ഇവയൊക്കെ തമ്മിലുണ്ടാവും. എന്നിരുന്നാലും രാമായണത്തെ അവലംബിച്ച് ഞാൻ രാവണനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമോ? നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോകുന്ന രാമായണ സന്ദേശം പാശ്ചാത്യ നാടകകാരന്മാരെയും പാശ്ചാത്യ സാഹിത്യകാരന്മാരെയും അവലംബിച്ച് ഭാരതീയ സാഹിത്യ രംഗത്ത് വളർന്നുവന്ന ആധുനിക സാഹിത്യത്തിന്റെ നിലവാരത്തോടും സമറ്റിക് ചിന്താരീതിയോടും ചേർത്തുവെച്ച് ആധുനിക സാഹിത്യ അന്തർഗതമായ നായകനും വില്ലനുമായി പിരിയുന്ന സങ്കേതങ്ങളിലൂടെ നിങ്ങളുടെ അന്തർഗതങ്ങളിൽ സ്ഥാനം പിടിച്ച ഒരു രാവണനെ വേണമോ ഞാൻ അവതരിപ്പിക്കുവാനെന്ന് അറിഞ്ഞിട്ട് തുടങ്ങുന്നതാണ് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള രാമനും രാവണനും ഒന്നും വാൽമീകിയുടെയോ വ്യാസന്റെയോ എഴുത്തച്ഛന്റെയോ അന്തർഗതങ്ങളിലെ രാമനും രാവണനും ഒന്നുമല്ല. പത്രമാസികകൾ വായിക്കുമ്പോൾ അവരവതരിപ്പിക്കുന്ന രാമായണ കഥാപാത്രങ്ങളൊന്നും രാമായണ അന്തർഗതങ്ങളിൽ നിന്നല്ല. സ്വകപോല കൽപ്പിതങ്ങളാണ് പലതും.
ഞാനും അതുപോലെ നിങ്ങളുടെ സങ്കല്പത്തിലെല്ലാം വളർന്നു നിൽക്കുന്ന ഒരു രാമനെയും രാവണനെയും പരിചയപ്പെടുത്തി നിങ്ങളും ഞാനും രാമനെയും രാവണനെയും അറിഞ്ഞു എന്ന് സമാധാനിച്ച് വീട്ടിലേക്ക് പോകണമോ? അതല്ല നിങ്ങളുടെ പഠിപ്പിന് സംഘർഷമുണ്ടാക്കി രാമായണാന്തർഗതനായ രാവണനെ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ പോകണമോ? ഉത്തരം കിട്ടിയാൽ എനിക്ക് എളുപ്പമുണ്ട്. എങ്കിൽ നിങ്ങൾ വിഷമിക്കുമെന്ന് ഞാൻ ആദ്യം തന്നെ പറയട്ടെ. എങ്കിൽ നിങ്ങൾ വല്ലാതെ വിഷമിക്കുമെന്ന് ഞാൻ ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തട്ടെ. അധ്യാത്മരാമായണത്തിലും മൂലത്തിലും എഴുത്തച്ഛന്റെ രാമായണത്തിലും രാവണനെ നിങ്ങൾ ആദ്യമായി പരിചയപ്പെടുന്നത് ശൂർപ്പണഖ രാവണന്റെ അടുക്കൽ എത്തുമ്പോൾ മാത്രമാണ്. രാമായണം കയ്യിലുണ്ടെങ്കിൽ തുറന്നു വെച്ചോളുക. ഞാൻ വല്ലതും എന്റെ സ്വന്തമായി പറഞ്ഞുവെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കണമെന്ന് പോലുമില്ല, നിങ്ങൾക്ക് കൈ ഉപയോഗിക്കാം. ശ്രദ്ധിക്കുക, രാവണൻ രംഗപ്രവേശം ചെയ്യുന്നത് ആദ്യം അനുവാചക ഹൃദയങ്ങൾക്ക് മുമ്പിൽ രാവണനെ ഋഷികവി പ്രത്യക്ഷപ്പെടുത്തുന്നത് ഖരവധം കഴിഞ്ഞ് മൂക്കും മുലകളും ഛേദിക്കപ്പെട്ട് ആർത്തനാദം മുഴക്കി മല പോലെ തന്റെ മുമ്പിലെത്തുന്ന സഹോദരിക്ക് മുമ്പിലാണ്. അവൾ രാവണനോട് പറഞ്ഞത് എഴുത്തച്ഛന്റെ ഭാഷയിൽ, മൂലകാരന്റെ ഭാഷയിൽ ഏതാണ്ട് ഇപ്രകാരമാണ്: ഞാൻ ജനസ്ഥാനത്തിലൂടെ പോയിരുന്നു, അതിസുന്ദരിയായൊരു യുവതിയെയും ലോകോത്തരനായ ഒരു യുവാവിനെയും ഞാൻ കണ്ടിരുന്നു, കൂടെ മറ്റൊരു യുവാവും. ആ യുവതിക്ക് മുൻപിൽ പാർവതിയും ലക്ഷ്മിയും എല്ലാം നിസ്സാരയായിത്തീരും എന്നെനിക്ക് ഉറപ്പുണ്ട്. അവൾ നിനക്ക് ഭാര്യയായിരുന്നാൽ അതുത്തമമാണെന്ന് കരുതി ഞാൻ അതിന് ശ്രമിച്ചതിന്റെ ഫലമാണ് എനിക്ക് വന്ന ഈ ദുര്യോഗം. നീ നീചമാനസനായി, മദ്യപാനാസക്തനായി, പരസ്ത്രീ സംഖ്യയായി ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ? അതുകൊണ്ട് എത്രയും വേഗത്തിൽ നീ അവളെ സ്വന്തമാക്കുക. അവൾ നിന്നോടുകൂടി ചേരുന്നത് വളരെ ഉത്തമമാണ്. സഹോദരിയുടെ വാക്കുകൾ ഇങ്ങനെ കേട്ട് ആ സഹോദരി തന്റെ മൂക്കും മുലകളും ഛേദിച്ചപ്പോൾ ഖരനെയും ദൂഷണനെയും ത്രിശിരസിനെയും പോയി കണ്ടതും 14,000 സൈന്യത്തോടുകൂടി ഖരനും ദൂഷണനും ത്രിശിരസും രാമനും സീതയും ലക്ഷ്മണനും ഇരിക്കുന്ന ജനസ്ഥാനത്തിലേക്ക് ചെന്നതും 3.25 നാഴിക കൊണ്ട് സർവ സൈന്യങ്ങളോടും കൂടി ഖരനെയും ദൂഷണനെയും ത്രിശിരസിനെയും രാമൻ വെന്നതുമായ കഥ പറഞ്ഞു. ഒരുവിധം രാവണൻ സഹോദരിയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടുകഴിഞ്ഞ്, മാനുഷനല്ല രാമൻ, ബ്രഹ്മാവർദ്ധിക്ക മൂലം മാനുഷനായി അവതരിച്ചിരിക്കുന്നു രാമൻ. എത്ര ഞാനിനി കാത്തിരിക്കണം ആ രാമനെ? എന്റെ അന്ത്യത്തിന് പ്രഭു എപ്പോഴാണ് എത്തുക? വൈകുണ്ഠരാജ്യം എനിക്ക് ആഗതമായല്ലോ. എന്നോർത്ത്
രാത്രി ഉറങ്ങിയില്ല എന്നാണ് അധ്യാത്മരാമായണകാരൻ രാവണനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇതല്ലാതെ മറ്റൊന്ന് വായിക്കാൻ നിങ്ങൾക്ക് ആ ഭാഗത്തിടയില്ല. ആ രാത്രി കഴിഞ്ഞ് പുലർന്നപ്പോൾ രാവണൻ സ്വന്തമായി തേരോടിച്ച് നേരെ പോയത് മാരീചാശ്രമത്തിലേക്കാണ്. രാവിലെ കുളിയും തേവാരവും കഴിഞ്ഞു വന്ന മാരീചൻ കണ്ടത് രാവണനെയാണ്. ഓടി വന്ന് ആലിംഗനം ചെയ്തു, കുശലം പറഞ്ഞിരുത്തി. ആഗമനോദ്ദേശ്യം എന്താണെന്നും നേരിട്ട് വരാൻ കാരണം എന്താണെന്നും മാരീചൻ ചോദിച്ചു. അയോധ്യയിൽ ദശരഥന്റെ പുത്രനായ രാമനും ലക്ഷ്മണനും എന്ന 2 കുമാരന്മാരും അവരോടൊപ്പം സീതയും ദണ്ഡകാരണ്യത്തിൽ എത്തിയിരിക്കുന്നുവെന്നും നീ മായാമാനായി ചെന്ന് സീതയെ മോഹിപ്പിക്കണമെന്നും രാമലക്ഷ്മണന്മാരെ അകറ്റണമെന്നും ആ സമയത്ത് സീതയെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നുകൊള്ളാമെന്നും രാവണൻ പറഞ്ഞു. രാമനെന്ന് കേട്ടപ്പോൾ തന്നെ മാരീചനൊന്ന് ഞെട്ടി. ആരാണ് നിന്നോടിത് പറഞ്ഞത്? അയാൾ നിന്റെ ബന്ധുവല്ല, നിന്റെ ശത്രുവാണ്. നിന്റെ അന്ത്യമുദ്ദേശിച്ചാണ് അയാൾ നിന്നോടിത് പറഞ്ഞത്. സ്വസ്ഥമായി രാജ്യം പോയി ഭരിക്കൂ, വേണ്ടാത്ത ചിന്തകളൊക്കെ ഉപേക്ഷിക്കൂ. രാമനെ നിനക്കറിഞ്ഞുകൂടാ. രാജൻ, രമണി തുടങ്ങിയ രായിൽ ആരംഭിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ പോലും ഇന്ന് ഞാൻ ഭയാക്രാന്തനാണ്. കാരണം പണ്ട് കൗശികയാഗ ഭൂമിയിൽ വെച്ച് രാമനുമായി ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അന്ന് രാമന്റെ ഒരു ബാണത്തിന്റെ എച്ചിലാണ് ഞാൻ. പിന്നീടൊരിക്കൽ, അത് എഴുത്തച്ഛന്റെ രാമായണത്തിലില്ല, മൂലത്തിൽ പോയി നിങ്ങൾക്ക് നോക്കാം. അധ്യാത്മരാമായണം മൂലം, വാൽമീകി രാമായണമല്ല. അധ്യാത്മരാമായണം മൂലത്തിലെ ഒരു സന്ദർഭം കൂടെ മാരീചൻ പറയുന്നുണ്ട്. എഴുത്തച്ഛൻ അത് വിട്ടുകളഞ്ഞിട്ടുണ്ട്. അന്ന് രാമനോട് തോന്നിയ ശത്രുത, രാമനെ നേരിടാൻ തീരുമാനിച്ച് കൂർത്ത കൊമ്പുകളുള്ള മൃഗമായി ആയിരക്കണക്കിന് അനുചരന്മാരായ മൃഗങ്ങളോടുകൂടി ഞാൻ രാമനെ നേരിടാൻ പോയതാണ്. അന്നൊരസ്ത്രം കൊണ്ട് ഞാൻ ചെന്ന് പതിച്ചത് കടലിലാണ്. പിന്നെ രാമനോടുള്ള വെറുപ്പ് നിർത്തി രാമനെ തന്നെ ധ്യാനിച്ച് ഞാനിവിടെ ഇങ്ങനെ കഴിയുകയാണ്. വേണ്ടാത്തതൊന്നും നീ വിചാരിക്കണ്ട. മാത്രവുമല്ല, മുനി നാരദൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, രാമന്റെ ആഗമനം തന്നെ ബ്രഹ്മാവർദ്ധിക്ക മൂലം നിന്റെ അന്ത്യത്തിനു വേണ്ടിയാണ്. അതുകൊണ്ട് പോയി കിടന്ന് സുഖമായി ഉറങ്ങുക. അതിന് രാവണൻ പറയുന്ന ഒരു മറുപടിയുണ്ട്. ബ്രഹ്മാവർദ്ധിച്ചിട്ട് സാക്ഷാൽ നാരായണൻ തന്നെയാണ് രാമനായി വന്നതെങ്കിൽ മൂഢമതേ, അത് തടയാൻ ആർക്കാണ് കഴിയുക? ഈശ്വര നിശ്ചയം ആരാലാണ് തടയുക? അത് തന്നെയല്ലേ നടക്കേണ്ടത്? ഈശ്വരഹിതത്തിനപ്പുറം എന്ത് നടത്താനാണ് യോഗ്യനാവുക? ഇനി നീ ഒന്നും പറയണ്ട, വേഗം പോയി സീതയെ മോഹിപ്പിക്കുക, അല്ലെങ്കിൽ എന്റെ വാളിനൂണാവുക. മാരീചൻ പോയി. ഇനി നാം രാവണനെ കാണുന്നത്, ഇടയിലുള്ള കഥകൾ ഞാൻ പറഞ്ഞ നേരം കളയുന്നില്ല. എനിക്ക് പറയാനുള്ളത് വളരെ കൂടുതലുള്ള കാര്യമായതുകൊണ്ട് രാവണനെ മാത്രം ആസ്പദമാക്കിയുള്ള കഥ മതി എന്നുള്ളതുകൊണ്ട്, രാമൻ അകന്നു കഴിഞ്ഞ് മാരീചനെ രാമൻ അമ്പെയ്ത് മാരീചൻ നിലവിളിച്ച് ലക്ഷ്മണനും അകന്നു കഴിഞ്ഞ് അവിടെ അധ്യാത്മരാമായണത്തിൽ ഒരു സന്ദർഭം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പിന്നീട് ഞാൻ വീണ്ടും ആ കഥ പറയേണ്ടി വരും. മാരീചാശ്രമത്തിൽ നിന്ന് മാരീചൻ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ രാമൻ സീതയെ വിളിച്ചു. അധ്യാത്മരാമായണം മൂലത്തിലും എഴുത്തച്ഛന്റെ രാമായണത്തിലും
വാൽമീകി രാമായണത്തിൽ ഇല്ല. ഇതൊക്കെ പോയി ഓരോ രാമായണവും വേറെ വേറെയാണ്. തപ്പുമ്പം വളരെ ശ്രദ്ധിച്ചു വേണം. സീതയെ വിളിച്ചു പറഞ്ഞു, സീതേ, ഇപ്പോൾ മാരീചനെത്തും, പുറകെ രാവണനും വരും. അതുകൊണ്ട് നീ നിന്റെ പ്രതിബിംബത്തെ നിർത്തി നീ വന്യമണ്ഡലത്തിങ്കൽ ഒളിക്കുക. രാവണവധം കഴിഞ്ഞു വരുവോളവും നീ അഗ്നിയിൽ ഒളിച്ചിരിക്കുക. രാവണവധം കഴിഞ്ഞ് നമ്മൾ തമ്മിൽ ചേരും. ഇത് ലക്ഷ്മണൻ അറിയണ്ട. പറഞ്ഞതുപോലെ സീത വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു. മായാസീതയെ തത്ര പർണശാലയിൽ നിർത്തി. കഴിഞ്ഞപ്പോഴേക്ക് മായാമാനെത്തി. മായാസീത മാനിനെ വേണമെന്ന് ആവശ്യപ്പെട്ട് രാമൻ മാനിന്റെ പിന്നാലെ പോയി. കുറച്ചു ദൂരം എത്തിക്കഴിഞ്ഞ് രാമന്റെ അമ്പേറ്റ് ആ മായാമൃഗം രാക്ഷസ രൂപം ധരിച്ച് ലക്ഷ്മണനെ വിളിച്ച് വിലപിച്ചു. സീതയുടെ ഭത്സനങ്ങൾ കേട്ട, മായാസീതയുടെ ഭത്സനങ്ങൾ കേട്ട, സീതയുടേതല്ല. സീത ലക്ഷ്മണനെ ഭത്സിച്ചിട്ടില്ല. നിങ്ങൾ അങ്ങനെയൊക്കെയാണ് ധരിച്ചിട്ടുണ്ടാവുക. രാമായണത്തിൽ അങ്ങനെ ഇല്ല. മായാസീതയുടെ ഭത്സനങ്ങൾ കേട്ട ലക്ഷ്മണൻ രാമന്റെ അടുക്കലേക്ക് യാത്രയായി. ഈ സമയത്താണ് രാവണൻ വരുന്നത്. ഇവിടെ രാവണൻ മുമ്പിലെത്തി. ലക്ഷ്മണരേഖയില്ല. നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. രാമായണം 100 വട്ടം വായിച്ചാലും ലക്ഷ്മണൻ പോകുന്ന ഒരു രേഖ വരച്ചിട്ടാണെന്ന്. അത് ആ പുസ്തകത്തിലില്ല. ഒക്കെ പ്രത്യേകം ഓർക്കണം. ഞാൻ പറയുന്ന കഥയിൽ നിങ്ങളുടെ പുസ്തകത്തിൽ അതുണ്ടെങ്കിൽ ഞാൻ കള്ളം പറഞ്ഞു എന്ന് നിങ്ങൾക്ക് പറയാം. ഒരു പുനർവായന കൂടെ നിങ്ങൾക്ക് വേണ്ടിവരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പലവരും വായിച്ചിട്ടുള്ള രാമായണത്തിൽ ലക്ഷ്മണരേഖയുണ്ടെന്നാണ് നിങ്ങളുടെ ധാരണ. ശരിയല്ല. ഞാൻ പറയുന്നതൊന്നും ശരിയല്ല എന്ന് തോന്നുന്നു. അധ്യാത്മരാമായണ മൂലത്തിലോ എഴുത്തച്ഛന്റെ രാമായണത്തിലോ ലക്ഷ്മണൻ രേഖ വരയ്ക്കുന്നില്ല. ലക്ഷ്മണൻ നടന്നു പോകുന്നേ ഉള്ളൂ. സീതയുടെ ഭത്സനം കേട്ട് ഇത്തരം തൊന്നിയിടുവാൻ കാരണമെന്തേ ചണ്ഡി തിക്തികത്യന്തം നീചനാരികൾക്കെല്ലാം വനദേവതമാരെ കാത്തുകൊള്ളുക മനുവംശാധീശ്വര ഭക്തിയെ വഴി പോലെ എന്ന് പറഞ്ഞ് നടന്നു പോവാണ്. ശ്ലോകമൊക്കെ പറഞ്ഞ് നേരം കളയണ്ടെന്ന് വെച്ചാണ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം മതിയെന്ന് വിചാരിച്ച. ആ ലക്ഷ്മണൻ പോയി കഴിഞ്ഞാണ് രാവണൻ വരുന്നത്. പർണശാലയ്ക്ക് മുമ്പിലെത്തിയ രാവണൻ സീതയോട് ചോദിച്ചത്, ഭവതി ഈ വനത്തിൽ തനിച്ചാരാണ്? എന്താണ് ഈ വനത്തിൽ വരുവാനുണ്ടായ കാരണം? എല്ലാം എന്നോട് പറഞ്ഞാൽ ഞാൻ എന്റെ വൃത്താന്തവും പറയാം. സീത സൗമ്യമധുരമായി പറഞ്ഞു, ദശരഥപുത്രനായി രാമൻ എന്നൊരാളുണ്ട്, കൂടെ ലക്ഷ്മണനും. അച്ഛന്റെ സത്യം പരിപാലിക്കാൻ വനവാസത്തിന് വന്നതാണ്. 14 വർഷം വസിക്കണം. ഞാൻ ആ രാമന്റെ ധർമ്മപത്നിയാണ്. രാവണൻ പറഞ്ഞു, ഞാൻ വിശ്രവസിന്റെ പുത്രനാണ്. രാവണനാണ് ഭവതിയിൽ മോഹിതനായി എത്തിയിരിക്കുകയാണ്. ഭവതിയെ കൊണ്ടുപോകാൻ വന്നതാണ്. സീത നല്ല രീതിയിൽ തന്നെ മറുപടി പറഞ്ഞു. തൊട്ടുകൂടുമോ കരിഭക്തിയെ ശശത്തിന്? കൊണ്ട് വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കേണ്ട, സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. രാവണൻ സീത ഇരിക്കുന്ന സ്ഥലത്തോടുകൂടി തേരിലേറിപ്പോയി. ഇവിടെ മുതലാണ് രാവണ കഥ ശരിയായി ആരംഭിക്കുന്നത്.